ഓരോ കല്ലിന്റെ ജോയിന്റ് തീരെ അറിയാത്ത രീതിയിൽ തന്നെ പറ്റിച്ച് നിൽക്കും അല്ലേ? സിമെന്റ് ഇല്ലാതെ പറ്റിച്ചൊരു കല്ലിന്റെ ശരിക്കും ഒരു കല്ലിന്റെ മുകളിൽ ശരിക്കും പറ്റിച്ച് നിൽക്കും. ഇതിന്റെ കോർണറൊക്കെ വളരെ വൃത്തിയായിരിക്കും. അതിൽ ഈ ഒരു ജോയിന്റിലാണ് ഈ ഒരു ലൈൻ ഇട്ടത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ചെങ്കല്ലുകൊണ്ട് പണിതിട്ടുള്ള ഒരു ഓടിട്ട വീടിൻ്റെ മുന്നിലാണ്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ നല്ല ഒരു വരാന്ത ഉണ്ട് എന്നുള്ളതാണ്. നല്ലൊരു വരാന്ത ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഫുള്ളായിട്ട് ചെങ്കല്ലുകൊണ്ട് എക്സ്പോസ് ചെയ്തിട്ട് തേക്കാതെ ചെയ്തിട്ട് പില്ലറോട് കൂടി ചെയ്തിട്ടുള്ള ഈ ഒരു വീട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളതാണ്. നമ്മളെ ഓവറായിട്ടുള്ള വർക്കും പേപ്പർ ജോയിൻറ്റ് പോലെ ചെത്തിയിട്ട് ചെയ്തതല്ല, സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. നമുക്ക് ഈ ഒരു ചുമരിൻ്റെ എടുത്ത് ഒന്ന് കാണാം. ഈ ഒരു കെട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നീലേശ്വരത്തെ കല്ലുകൊണ്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ തൊട്ട മുന്നിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു കിണർ ഇതേപോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ ഫിനിഷ്, അടിപൊളിയായിട്ടുണ്ട്. വീടിൻ്റെ റൂഫ് ചെയ്തിട്ടുള്ളത് ശരിക്കും മരം ഓടാട്ടോ. സാധാരണ ഇതിൻ്റെ റൂഫിന് ഇരുമ്പിൻ്റെ പൈപ്പൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. ഇവിടെ ഫുള്ളായിട്ട് മരമാണ് ചെയ്തിട്ടുള്ളത്. തെങ്ങുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. തെങ്ങുകൊണ്ടാണ് ഇതിൻ്റെ റൂഫൊക്കെ ചെയ്തത്. നല്ല ഉറപ്പുള്ള തെങ്ങുകൊണ്ടാണ്. നല്ല മൂത്ത തെങ്ങായിരിക്കാം അല്ലേ? നമ്മളിവിടെ കാണാൻ വന്നത് കാസർഗോഡ് കല്ല് കാണാൻ വന്നാട്ടോ. കാസർഗോഡ് കല്ല് ചെത്താത്ത ലെവലിൽ ഈ ഒരു ഭംഗിയാണ് ഉണ്ടാവുക. ഇത് ചെത്താത്ത കല്ലാട്ടോ. ചെത്താത്ത അതേമാതിരി കൊണ്ടുവന്നിട്ട് പടവ് ചെയ്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് പോളിഷ് ചെയ്തിട്ടുള്ള ഒരു ചുമരാണിത്. അപ്പോൾ ഇത് നമ്മളെ പേപ്പർ ജോയിൻറ്റ് പടവ് എന്ന് പറയാൻ പറ്റില്ല. അതായത് ജോയിൻ്റൊക്കെ നല്ല ഇത് കാണുന്നുണ്ട്. ഇത് ഇതേപോലത്തെ മണ്ണും സിമെൻറ്റും റെഡ് ഓക്സൈഡ് എല്ലാം കൂടി കൂട്ടിയിട്ട് ഈ കല്ലിൻ്റെ കളറാക്കിയിട്ടുള്ള ഒരു പേസ്റ്റ് ഉണ്ടാക്കി അതുകൊണ്ട് അടച്ചിട്ട് ഒരു ലൈൻ ഇട്ടിട്ടുള്ളതാണ് അല്ലേ വിനീഷേ? അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു പടവ് നമ്മളിപ്പോൾ ഒരു പേപ്പർ ജോയിൻറ്റ് പടവിന് 150 മുതൽ 200 രൂപയൊക്കെ പേപ്പർ ജോയിൻറ്റ് പടവിന് ഒരു കല്ലിന് ലേബർ ആവുമല്ലോ. ഇത് എത്രയ്ക്ക് ചെയ്യാൻ പറ്റും? ഈ ഒരു പടവൊക്കെ ഒക്കെ ചെയ്യാം അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പുറം സൈഡ് മാത്രമേ ഇതുപോലെ ഫിനിഷ് ഉണ്ടാവുള്ളൂ. ഉൾഭാഗം ഫിനിഷ് ആവില്ല. ഉൾഭാഗം എങ്ങനെയായാലും നമുക്ക് ഫിനിഷ് ആക്കാൻ കഴിയില്ല. കാരണം കോറിയിൽ നിന്ന് വരുന്ന അതേപോലെ വരുന്ന കല്ല ചെത്താത്തതാണ്. ചില കല്ല് വീതി കൂടുതലും കുറവും ഒക്കെ ഉണ്ടാവും. അതെന്തായാലും കപ്പിട്ട് ലെവലാക്കൽ പ്രായോഗികമല്ല. അപ്പോൾ അത് അവിടെ എന്തായാലും പ്ലാസ്റ്റർ ചെയ്യേണ്ടി വരും. സിമെൻറ്റ് പ്ലാസ്റ്ററോ അല്ലെങ്കിൽ ജിപ്സം പോളിഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഉൾഭാഗം പ്ലാസ്റ്റർ ചെയ്യേണ്ടി വരും. പുറം ഭാഗം നമുക്ക് ഈ ഒരു ചെങ്കല്ല് ഇതേപോലെ എക്സ്പോസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ചെങ്കല്ലിൻ്റെ ലുക്ക് വേണം. കുറച്ച് ചിലവ് കുറഞ്ഞിട്ട് ചെങ്കല്ലിൻ്റെ ഇതുപോലത്തെ ഒരു വീട് വെക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ചിലവ് കുറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കാം അല്ലേ? ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ നിൽക്കണതേ ഒരു ക്ഷേത്രമുറ്റത്താട്ടോ. ചെങ്കല്ല് പാകിയ ക്ഷേത്രമുറ്റത്ത്. വിനീഷേ നമസ്കാരം. അപ്പോൾ നമ്മളെ ചെങ്കല്ല് നമുക്കിവിടെ നിൽക്കാൻ തന്നെ നല്ലൊരു സുഖം കിട്ടും കേട്ടോ. കാലിന് എന്തൊരു സുഖമാണെന്ന് അറിയാം. പേപ്പർ ജോയിൻറ്റ് പടവ് നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ കണ്ണൂർ കല്ല് വെച്ചിട്ട് നമ്മളെ മലപ്പുറം കല്ല് വെച്ചിട്ടൊക്കെ ചെങ്കല്ലിൻ്റെ പേപ്പർ ജോയിൻറ്റ് പടവ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് കാണേണ്ട കാഴ്ചയാണ്. ഇതാണ് ശരിക്കും ഇതിലെ കാസർഗോഡ് കല്ലിൻ്റെ ഒരു എന്താ ഭംഗി. ഇത് ശരിക്കും ചെത്തി ചെയ്തതല്ലേ? അതെ അതെ, നല്ല ഭംഗിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം വർക്ക് വരില്ല ഇത് ഇങ്ങനെ പോളിഷ് ചെയ്തെടുക്കാൻ? അതെ അതെ, പോളിഷ് ചെയ്താൽ അത് ആ ഒരു കാഴ്ചക്ക് ഉണ്ടല്ലേ? ഉണ്ട്. എത്ര കാലം കഴിഞ്ഞാലും കേട് വരാതെ ഈ രീതി ഇതിലാണ് നിൽക്കുന്നത്. ഇതിനിപ്പോൾ ഇനി പെയിന്റ് അടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. ഒരു കല്ല് വെക്കാൻ ഒരു 200 രൂപയൊക്കെ വരില്ല അതിന്റെ ഈ ഫുൾ വർക്ക് കഴിയുമ്പോഴേക്ക്? ഏകദേശം ഒരു 200 രൂപ ആ റേഞ്ചിൽ വരും. അതൊരു എന്താ പറയാ, അതൊരു പൈസയല്ല, അതൊരു മോഹവില അങ്ങനെയാണ്. അങ്ങനെ വർക്ക് വരില്ല, ഒരുപാട് വർക്ക് വരും. അതാണ് അതിൻ്റെത്. അപ്പൊ നമ്മള് ഇതാണ്, ഇതിപ്പോ ചെത്താതെയല്ലേ ചെയ്തിട്ടുണ്ടാവുക? ഇതെല്ലാം ചെത്താത്ത കല്ലാണ്. ചെത്താത്ത കല്ല് ഒരു കല്ല് ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഇതൊരു ഫുള്ള് കല്ലാണ്. ഇഷ്ടം പോലെ കല്ലുണ്ടല്ലോ അല്ലേ? നമുക്കൊക്കെ വേണമെങ്കിൽ ഇത് ഒരു കല്ല് രണ്ടായിട്ട് മുറിച്ചിട്ട് ചെയ്യാലോ? രണ്ടായിട്ട് ചെയ്യാം. ഇത് പിന്നെ നമ്മളൊരു പൈസ ബാങ്കിലിട്ട പോലെയാണ്. ഇത് ദിനം പ്രതി കല്ലിന് ഡിമാൻഡും വിലയും വർദ്ധിച്ചു വരുന്നല്ലേ. അപ്പൊ ഈ ഒരു കല്ലിന്റെ ജോയിന്റ് ഒന്നും തീരെ കാണുന്നില്ല. ഞാൻ കുറെ നോക്കിയത് എവിടെയാണ് രണ്ട് കല്ല് തമ്മിലുള്ള ജോയിന്റ് എവിടെയാണ്, ഒരു കല്ല് അതൊന്നും ഇതിൽ കാണുന്നില്ല എന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത് പഴയ കട്ടാണ് കേട്ടോ, പഴയ കല്ലാണ്. ഇതൊന്ന് ഇപ്പോൾ റീപോളിഷ് ചെയ്താണ്, ഇവിടെ റീപോളിഷ് ചെയ്തിട്ട് ലൈൻ ഇട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് എന്താണ്, അപ്പോൾ ഈ ഒരു കാസർഗോഡ് കല്ലിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതൊക്കെ. നല്ല രീതിയിലുള്ള ഫിനിഷിംഗ് ഉള്ള കല്ലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ബിനീഷ, ഇത് തറവാട് അല്ലേ? തറവാട് തന്നെ അമ്പലത്തിൻ്റെ തറവാടെന്നാണ് ഇവിടെ പറയാ. ഒരു മരത്തിന്റെ പില്ലറൊക്കെ വെച്ചിട്ട്. ഇത് സാധാരണ പടവാണ് അല്ലേ? ഇത് നോക്കുന്നവന് മാത്രമേ ഇതിന്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ അല്ലേ? സാധാരണ പടവില് ലൈന് വരച്ചതാണ്. ഇത് ക്യാമറയിൽ എത്ര കാണുന്നുണ്ടെന്ന് അറിയില്ല. ഇതിൽ കുറച്ച് ജോയിന്റ് ശരിക്കും കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ ഇതാണ് ശരിക്കും പേപ്പർ ജോയിന്റ് പടവ്. ഇതിൽ നമുക്ക് ഒരു കല്ല്, ഓരോ കല്ലിന്റെ ജോയിന്റ് തീരെ അറിയാത്ത രീതിയിൽ തന്നെ പറ്റിച്ച് നിൽക്കും അല്ലേ? സിമെന്റ് ഇല്ലാതെ പറ്റിച്ചൊരു കല്ലിന്റെ ശരിക്കും ഒരു കല്ലിന്റെ മുകളിൽ ശരിക്കും പറ്റിച്ച് നിൽക്കും. ഇതിന്റെ കോർണറൊക്കെ വളരെ വൃത്തിയായിരിക്കും. അതിൽ ഈ ഒരു ജോയിന്റിലാണ് ഈ ഒരു ലൈൻ ഇട്ടത്. രണ്ട് കല്ലിന്റെ ജോയിന്റ് ആണ് ഈ ലൈന് വരുന്നത്. ഈ ലൈനിൽ എന്താ പറയാ, സിമെന്റ് വെച്ച അടയാളം, അടച്ച അടയാളം ഒന്നും വല്ലാതെ കാണൂല.
പിന്നെ ഇതിന്റെ പോളിഷ് കറക്റ്റ് ആയിരിക്കും ഇതും കറക്റ്റ് ലെവൽ ചെയ്ത് പോളിഷ് ചെയ്ത് തന്നെയാണ് അല്ലേ പോളിഷ് ചെയ്ത് തന്നെയാണ്. അപ്പം ഈ സാധാരണ പടവും പേപ്പർ ജോയിന്റ് പടവും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം ഒന്ന് പറഞ്ഞെന്ന് മാത്രം. ഇത് നീലേശ്വരം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഉത്സവത്തിന് എന്താ ഉത്സവം നടക്കാറില്ല ഇവിടെ? ഇപ്പം പുരപ്രതിഷ്ഠ കഴിഞ്ഞ് കളിയാട്ടം ഈ മാസം കഴിഞ്ഞ മാസം കഴിഞ്ഞതുള്ളൂ. ഇനി ഇവിടെ എന്താ ഉണ്ടാവുക? ഈ തീറ തെയ്യം അങ്ങനത്തെ പരിപാടി തെയ്യങ്ങളാണ്. അപ്പൊ ഇവിടെ ഒരുപാട് ആളുകൾ തെയ്യം ഉറഞ്ഞാടുന്ന സ്ഥലമാണിത്. സ്ഥലമാണ്. അപ്പൊ ഈ കല്ല് പതിച്ച സമയത്ത് നല്ല ഒരു അനുഭവമായിരിക്കില്ല ഇവിടെ വന്ന് നിൽക്കുന്ന ആളുകൾക്കും. ഒരു രാത്രി എന്താ പറയാ ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആയിരിക്കില്ലേ കല്ലും കൂടി പതിച്ച സമയത്തില്. അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഉത്സവത്തിനൊക്കെ വരുമ്പോൾ ഈ ഭാഗത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് കാണാൻ നല്ലൊരു അനുഭവമായിരിക്കും അല്ലേ? ഇവിടെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു തെയ്യക്കോലം ഉണ്ട് ഇവിടെ ഈ അമ്പലത്തിൽ. ഉഗ്രമൂർത്തിയായ കാട്ടിപ്പോതി അറിഞ്ഞിട്ടില്ല ഒരു അത് ഇവിടെ മാത്രമേ ഉണ്ടാവും. ഇത് ഞാൻ എന്നെ കണ്ടത് ഇവിടുന്ന് മാത്രമാണ്. അത് ശരി. അത് ഉറഞ്ഞാടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത്രയും സ്ഥലം ഉണ്ട്. രണ്ട് ഇത് ദേവീക്ഷേത്രം, അപ്പുറത്ത് വേറൊരു ദേവീക്ഷേത്രം, രണ്ട് ദേവീക്ഷേത്രം തന്നെ കുറേ മൂർത്തികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് നിന്നാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഈ ഒരു കല്ലൊക്കെ ഈ ഒരു ചെങ്കല്ല് പാവിയിട്ടുള്ള ഈ ഒരു ക്ഷേത്രം മുറ്റത്ത് നിന്ന് നല്ല ഒരു മനോഹരമായിട്ട് നല്ല അടിപൊളിയായിട്ട് പാവിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കാൻ തന്നെ നല്ലൊരു സുഖം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു കാഴ്ച നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുന്നേ വരുമ്പോൾ ഇതിൻ്റെ വർക്ക് നടക്കുകയായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇവിടുത്തെ പടവ് കല്ല് ഇതിൻ്റെ ചുമരും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ചുമരും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാസർഗോഡ് കല്ലിൻ്റെ ഭംഗി ഒന്ന് കാണിക്കാനാണ് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ചെങ്കല്ലിനെ സ്നേഹിക്കുന്ന, ചെങ്കല്ല് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം. വളരെ നന്ദി മിനീഷേ, നമസ്കാരം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം.